കേന്ദ്രമന്ത്രിമാർക്ക് ഏതൊക്കെ വകുപ്പുകൾ എന്ന കാര്യത്തിലാണ് ഇപ്പോൾ ചർച്ച പുരോഗമിക്കുന്നത്. ഏതായാലും പ്രധാന വകുപ്പുകൾ ബി.ജെ.പി. തന്നെ ഏറ്റെടുക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്നാണ് ശരത് കെ ശശി നേരത്തെ റിപ്പോർട്ട് ചെയ്തത്. ആഭ്യന്തരം, പ്രതിരോധം, ധനകാര്യം തുടങ്ങിയ പ്രധാന വകുപ്പുകളെല്ലാം ബി.ജെ.പിക്ക് തന്നെയായിരിക്കും. പക്ഷേ ജെ.ഡി.യുവും ടി.ഡി.പിയും സമ്മർദ്ദം ശക്തമാക്കിയ സാഹചര്യത്തിൽ ഏതൊക്കെ വകുപ്പുകൾ, സുപ്രധാന വകുപ്പുകൾ ഘടകകക്ഷികൾക്ക് നൽകും എന്ന ആകാംക്ഷയും തുടരുകയാണ്. ഇതിനു പിന്നാലെയാണ് ഇപ്പോൾ ജെ.പി. നദ്ദ മന്ത്രിസഭയിൽ എത്തിയതുകൊണ്ട് തന്നെ ബി.ജെ.പി. നേതൃത്വത്തിലും ഒരു അഴിച്ചുപണിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. മുതിർന്ന നേതാക്കളെ പലരെയും പരിഗണിക്കുന്നുണ്ട്. അനുരാഗ് താക്കൂറിന്റെ പേര് പറഞ്ഞു കേൾക്കുന്നു, സ്മൃതി ഇറാനിയുടെ പേര് പറഞ്ഞു കേൾക്കുന്നു, ഒപ്പം ദേവേന്ദ്ര ഫട്നാവിസ് മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രിയുടെ പേര് ഉൾപ്പെടെ പറഞ്ഞു കേൾക്കുന്നുണ്ട്. ഏതായാലും ദേശീയ അധ്യക്ഷ സ്ഥാനം ഒഴിയും ജെ.പി. നദ്ദ എന്ന കാര്യം ഉറപ്പായിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ കാലാവധി തീർന്നിട്ടും തുടരുകയായിരുന്നു. സംസ്ഥാന ബി.ജെ.പിയിലും നേതൃമാറ്റ ചർച്ചകൾ സജീവമായിരിക്കുകയാണ്. അധ്യക്ഷ സ്ഥാനത്ത് കെ സുരേന്ദ്രൻ തുടരുമെന്നാണ് ഔദ്യോഗിക വിഭാഗത്തിന്റെ കണക്കുകൂട്ടൽ. നേതൃമാറ്റമുണ്ടെങ്കിൽ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് ശോഭാ സുരേന്ദ്രനെയും എം.ടി. രമേശിനെയും പരിഗണിക്കും. വി മുരളീധരൻ അധ്യക്ഷ പദവിയിൽ തിരിച്ചെത്താനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല. വി എസ് രഞ്ജിത്ത് നൽകും വിവരങ്ങൾ. രഞ്ജിത്ത്, ദേശീയ തലത്തിലെ മാറ്റങ്ങൾ സംസ്ഥാന തലത്തിലും പ്രതിഫലിക്കുമെന്ന് ഉറപ്പാണ്. ഏത് രീതിയിലാണ് ഇപ്പോൾ സംസ്ഥാന ബി.ജെ.പിയിൽ ചർച്ചകൾ പുരോഗമിക്കുന്നത്? ഒപ്പം പാർട്ടി ഒരു സീറ്റിൽ വിജയിച്ചതിന്റെ ആത്മവിശ്വാസമുണ്ട്. അതുകൊണ്ട് നല്ലൊരു നേതൃനിരയെ ഉണ്ടാക്കിയെടുക്കുക എന്നൊരു ദൗത്യം കൂടിയുണ്ടല്ലോ. തീർച്ചയായും ദേശീയ തലത്തിൽ നദ്ദയ്ക്ക് പിന്തുടർച്ചക്കാരനായി ആരെത്തും എന്നുള്ളൊരു ചോദ്യമുണ്ട്. സ്വാഭാവികമായിട്ടും സുനിൽ ബൻസലോ അല്ലെങ്കിൽ അനുരാഗ് ഠാക്കൂർ ആണോ, വിനോദ് ധാവഡയാണോ, ചോദ്യങ്ങളൊക്കെ ഉയരുന്നുണ്ട്. അതിനനുസരിച്ചായിരിക്കും സംസ്ഥാന തലത്തിലും അതിന്റെ ചർച്ചകൾ പുരോഗമിക്കുക. അമിത്ഷാ അധ്യക്ഷ പദവിയിൽ നിന്ന് ആഭ്യന്തരമന്ത്രിയായപ്പോൾ അല്പകാലം അദ്ദേഹം അധ്യക്ഷ പദവും ദേശീയ അധ്യക്ഷ പദവും ഒരുമിച്ച് കൊണ്ടുപോയിരുന്നു. പക്ഷേ ഈ ഘട്ടത്തിൽ അങ്ങനെ ഉണ്ടാവുമോ? ജെ.പി. നദ്ദ അല്പകാലം കൂടി മന്ത്രിസ്ഥാനത്തോടു കൂടി അധ്യക്ഷ പദം കൊണ്ടുപോകുമോ എന്നറിയില്ല. ഏതായാലും സംസ്ഥാനത്തിലും ഇത്തരത്തിലുള്ള ചർച്ചകൾ പുരോഗമിക്കുകയാണ്. ഔദ്യോഗിക വിഭാഗം പറയുന്നത് സംസ്ഥാനത്തുണ്ടായ മികച്ച വിജയത്തിന്റെ പശ്ചാത്തലത്തിൽ സുരേന്ദ്രന് വീണ്ടും അവസരം കിട്ടും, അദ്ദേഹം തുടരട്ടെ എന്ന് കേന്ദ്ര നേതൃത്വം കരുതും എന്നുള്ളതാണ്. കാരണം അദ്ദേഹം ഇപ്പോൾ ഒരു എം.പിയും 20% വോട്ടും നേടിയ സാഹചര്യത്തിൽ സ്വാഭാവികമായിട്ടും അതൊരു നേട്ടമായി കണക്കാക്കുന്നു. അതിന്റെ പശ്ചാത്തലത്തിൽ അദ്ദേഹം തുടരും എന്നൊരു വാദമുണ്ട്. ഒപ്പം തന്നെ രണ്ടാം നിരയിലുള്ള ശോഭാ സുരേന്ദ്രൻ, എം.ടി. രമേശ്, ഇവർക്ക് രണ്ടുപേർക്കും സാധ്യതകളുണ്ട്. ശോഭാ സുരേന്ദ്രൻ ആലപ്പുഴയിൽ വളരെ വോട്ട് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. കാരണം ബി.ജെ.പിയുടെ ഒരു സി ക്ലാസ് മണ്ഡലമായിട്ടുള്ള ആലപ്പുഴയിൽ ഒരു എ ക്ലാസ് നിലവാരത്തിലേക്ക് ഉയർത്താനും 3 ലക്ഷത്തിനടുത്ത് വോട്ട് പിടിക്കാനും ശോഭാ സുരേന്ദ്രൻ സാധിച്ചിട്ടുണ്ട്. ആറ്റിങ്ങൽ മണ്ഡലവും എ ക്ലാസ് മണ്ഡലമായി ഉയർത്തിയത് ശോഭയ മത്സരിച്ച സമയത്താണ്. അപ്പൊ അത്തരത്തിൽ എല്ലാ മണ്ഡലങ്ങളിലും ജനപ്രിയ സ്ഥാനാർത്ഥിയായി രംഗത്തിറങ്ങാനുള്ള ശോഭയെ സംസ്ഥാന അധ്യക്ഷ പദവിയിൽ കൊണ്ടുവരണം ഒരു വാദം സംസ്ഥാനത്ത് ഒരു വിഭാഗം നേതാക്കന്മാർക്കുണ്ട്. ഒപ്പം തന്നെ നേരത്തെ കെ സുരേന്ദ്രൻ പ്രസിഡന്റ് ആവുമ്പോൾ പ്രസിഡന്റ് പദത്തിലേക്ക് ഒപ്പം പരിഗണിച്ചിരുന്ന പി കെ കൃഷ്ണദാസ് വിഭാഗത്തിന്റെ ഏറ്റവും ശക്തനായ പോരാളിയായിരുന്നു എം.ടി. രമേശ്. എം.ടി. രമേശിനെയും ഈ സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്ക് പിന്തുണയ്ക്കുന്നുണ്ട്. മാത്രമല്ല ഈ സംസ്ഥാനത്തു നിന്നുള്ള മറ്റ് നേതാക്കന്മാരുടെ അഭിപ്രായങ്ങളൊക്കെ ഇതിൽ പരിഗണിക്കപ്പെടും. വി മുരളീധരൻ ഈ പദവിയിലേക്ക് തിരിച്ചു വരുമോ എന്നുള്ള കാര്യവും നോക്കുന്നുണ്ട്. കാരണം അദ്ദേഹം കഴിഞ്ഞ ദിവസം നടത്തിയ പ്രതികരണത്തിൽ തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കും എന്നുള്ളതാണ്. അദ്ദേഹത്തിന് കഴക്കൂട്ടം മണ്ഡലത്തിൽ മത്സരിക്കാൻ നിയമസഭയിൽ താല്പര്യമുണ്ട്. സ്വാഭാവികമായിട്ടും തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുമ്പോൾ സംസ്ഥാന സംഘടനാ സംവിധാനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്ക് തിരിച്ചെത്തണ സാധ്യത തള്ളിക്കളയാനാവില്ല. പ്രത്യേകിച്ച് വിനോദ് ധാവഡയെ പോലുള്ള നേതാക്കന്മാർ വി മുരളീധരനുമായി അടുത്ത ബന്ധം പുലർത്തുന്നവരാണ്. സ്വാഭാവികമായിട്ടും വിനോദ് ധാവഡയൊക്കെ ദേശീയ അധ്യക്ഷനാവുകയാണെങ്കിൽ വി മുരളീധരന്റെ ഇംഗിതത്തിനനുസരിച്ചൊരു പോസ്റ്റ് അദ്ദേഹത്തിന് ലഭിക്കാൻ സാധ്യതയുണ്ട്. ശരി, വി എസ് രഞ്ജിത്താണ് വിവരങ്ങൾ നൽകിയത്. ഏതായാലും വി മുരളീധരൻ അധ്യക്ഷ പദവിയിൽ എത്തുമോ, കെ സുരേന്ദ്രൻ തുടരുമോ തുടങ്ങിയ കാര്യങ്ങളിൽ തന്നെയാണ് ഏതായാലും സംസ്ഥാന തലത്തിലും ചർച്ചകൾ പുരോഗമിക്കുന്നത്.